മക്കയിൽ ഹുറൂബ് കേസിൽപ്പെട്ട ഏതാനും ഇന്ത്യക്കാർക്ക് തടവ് ശിക്ഷയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി കിട്ടി. അതേസമയം നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് വീണ്ടും സൌദിയിൽ പ്രവേശിക്കുന്നതിന് ആനുകൂല്യമുണ്ടാകില്ലെന്നും ഇന്ത്യൻ കോൺസുൽ ജനറൽ എസ് മുബാറക് പറഞ്ഞു. സ്പോൺസറിൽ നിന്നും ഒളിച്ചോടിയതായി ആരോപിക്കപ്പെട്ട് ഹുറൂബ് കേസിൽ കുടുങ്ങിയ വിദേശികൾക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 72 മണിക്കൂറിനകം നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരമാണ് മക്കയിലെ ഡീപ്പോർട്ടേഷൻ സെന്റർ ഇപ്പോൾ നൽകുന്നത്. ബന്ധപ്പെട്ട എംബസിയോ കോൺസുലേറ്റോ വഴി അപേക്ഷ സമർപ്പിക്കണം. ഇതുപ്രകാരം ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ഇതുവരെ ഹുറൂബ് കേസിൽപ്പെട്ട 350 പേർ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 50 പേരുടെ അപേക്ഷ അധികൃതർക്ക് സമർപ്പിച്ചു. അതിൽ 20 പേർക്ക് തടവ് ശിക്ഷയില്ലാതെ തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി ലഭിച്ചു. വിരലടയാളം രേഖപ്പെടുത്തുകയും പിഴ അടക്കുകയും ചെയ്താൽ സ്വന്തം ചെലവിൽ ഇവർക്കിനി നാട്ടിലേക്ക് മടങ്ങാം. എന്നാൽ പൊതുമാപ്പ് കാലയളവിൽ ഇങ്ങനെ മടങ്ങുന്നവർക്ക് വീണ്ടും സൌദിയിൽ വരാൻ ലഭിച്ച അവസരം ഇനി ലഭിക്കാൻ സാധ്യതയില്ലെന്ന് ഇന്ത്യൻ കോൺസുൽ ജനറൽ BS മുബാറക് പറഞ്ഞു. ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ അവർ ചെയ്യുന്ന ഈ പ്രൊസീജിയറിൽ അങ്ങനെയില്ല, തനാസുൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ അവർ ഫിംഗർ പ്രിന്റിംഗ് എടുത്ത് അയക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെങ്കിലും അതിൽ ബാൻ ഉണ്ടാകും. ഒരു കാലാവധി എങ്ങനെങ്കിലും ഒരു പീരീഡ് അവർ ബാൻ ഉണ്ടാകും. രജിസ്റ്റർ ചെയ്ത മറ്റുള്ളവരുടെ അപേക്ഷ വരും ദിവസങ്ങളിൽ സമർപ്പിക്കും. 3000 റിയാലിൽ താഴെയാണ് ഇതുവരെ അപേക്ഷിച്ചവർക്ക് ചുമത്തിയ പിഴ. ഹജ്ജ് ഉംറ വിസകളുടെ കാലാവധി കഴിഞ്ഞ 50 പേരും കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരെയും എത്രയും പെട്ടെന്ന് നാട്ടിലയക്കാനുള്ള ശ്രമത്തിലാണ് കോൺസുലേറ്റ്. പൊതുമാപ്പ് കാലാവധിക്കുള്ളിൽ നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാത്ത ഹുറൂബുകാരും പൊതുമാപ്പിന് ശേഷം ഹുറൂബ് കേസിൽ കുടുങ്ങിയവരുമായ ആയിരക്കണക്കിന് വിദേശികൾക്ക് അനുഗ്രഹമാണ് മക്ക ഡീപ്പോർട്ടേഷൻ സെന്റർ പ്രഖ്യാപിച്ച ഈ ആനുകൂല്യം. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്.